ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. ഈ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫേസ് പാക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ് അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അരിപ്പൊടി കൊണ്ട് നമുക്ക് വെയിലേറ്റ് വാടിയ ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം പുറന്തള്ളാനും സഹായിക്കുന്ന ഒരു സാധനമാണ് അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് എന്തെല്ലാം തരം ഫേസ് പാക്കുകളാണ് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലാദ്യം നമുക്ക് തൈരും അരിപ്പൊടി ഉപയോഗിച്ചുള്ള ഒരു ഫേസ് പാക്കാണ്. അതിന് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സാധാരണ പുളിപ്പില്ലാത്ത തൈരാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ ഇത് മുഖത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കാം. നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുക. നമ്മളെ പാട് കരിവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറം വെക്കാനും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് മഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടതും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് മഞ്ഞളുമാണ്. മഞ്ഞൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ കസ്തൂരി മഞ്ഞൾ എടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി മാത്രം യൂസ് ചെയ്യുക. ഒരിക്കലും പാക്കറ്റിൽ നിന്നുള്ള പുറത്തുനിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് മഞ്ഞളും എടുത്തതിന് ശേഷം, കുറച്ച് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറും മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഈ ഒരു മാസ്ക് മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കുക. മുഖത്തെ രോമ വളർച്ച തടയാനും അതേപോലെ തന്നെ കറുത്ത പാടും കരിവാളിപ്പ് മാറാനും ഒക്കെ ഈ ഒരു പാക്ക് നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു പാക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അതിന് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഇനി അത് ലൂസായി പോവോ ടൈറ്റായി പോവോ ചെയ്യുന്നുണ്ടെങ്കിൽ പൊടിയിട്ടിട്ടും അതേപോലെ തന്നെ തേങ്ങാപ്പാലിട്ടിട്ടും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ലെവലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇന്ന അളവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഇത് മുഖത്തിട്ടതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കാം. അപ്പോൾ വളരെ അടിപൊളി റിസൾട്ടാണ് ഇതിനും കിട്ടുക. സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണത്. ഇനി അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് ചെറുനാരങ്ങ നീര് ഉപയോഗിച്ചിട്ടാണ്. ചെറുനാരങ്ങ നീര് ഫേസിലിടാൻ എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒരിക്കലും ഡയറക്റ്റ് ചെറുനാരങ്ങ നീര് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത്. അതേ സ്ഥാനത്ത് നമ്മൾ അല്പം ഒരു ഇങ്ങനെയുള്ള പാക്കുകളിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും അതിലേക്ക് ഒരു 3-4 തുള്ളി, അതായത് ഒരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കുന്നതാണ്. ഇതുകൊണ്ടും നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഈ അരിപ്പൊടി ഫേസ് പാക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നുള്ളതാണ് ഒന്ന് ഗ്രീൻ ടീ ഉപയോഗിച്ചിട്ടാണ്. ഗ്രീൻ ടീ അധിക പേരുടെ വീട്ടിൽ ഉണ്ടാവില്ല. ഇനി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കുറച്ച് ഗ്രീൻ ടീയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഈ ഒരു പേസ്റ്റ് മുഖത്തിട്ടിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മുഖത്തെ കറുപ്പും കരുവാളിപ്പും എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും മുഖം നല്ല തിളക്കം വരാനും സഹായിക്കുന്ന ഒരു പാക്കാണിത്. പിന്നെ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് കറ്റാർവാഴ അലോവേര ജെല്ല്. അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന ഒരു സാധനമാണ്. എല്ലാവരുടെ വീട്ടിലും നമ്മൾ കാണുന്ന ഒന്നാണ്. അപ്പോൾ അത് ചർമ്മത്തിന് കറ്റാർവാഴ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ്. നിറം വെക്കാനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കറ്റാർവാഴയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ ഒരു പേസ്റ്റ് മുഖത്തിട്ട് 20 മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കിയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. പിന്നെ അടുത്തത് തേൻ ഉപയോഗിച്ചിട്ടാണ്. അത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ കുറച്ച് തേനും ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇതും 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ കഴുകിക്കളയാം. അപ്പോൾ ഇത് സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ചെയ്യാനെല്ലാം സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കുകൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ ഈ അരിപ്പൊടി ഫേസ് പാക്കുകൾ നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ്. നമ്മുടെ മുഖത്തുള്ള ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണിത്. അപ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇതൊരു മാസമെല്ലാം കണ്ടിന്യൂസ് ചെയ്യുന്നതിനോടുകൂടി നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാട് കരിവാളിപ്പ് മാറി മുഖം നല്ല നിറവും തിളക്കവും വരാനും സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാം സഹായിക്കുന്ന പാക്കുകളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അരിപ്പൊടിയും നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഞാനൊരു ബാത്തിങ് പൗഡർ തയ്യാറാക്കിയിട്ട് ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത് ഒരു 99% പേർക്കും അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കമൻറ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.